ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1165 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പതിവ് പോലെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ മെൻഷൻ ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള യദു ഹരികുമാർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ യദു ബ്രോ, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് സപ്പോർട്ട്. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ സൗരവ് സജി 219 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കണമെന്ന് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ബ്രോ, ആൻഡ് താങ്ക്സ് എ ലോട്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ബ്ലഡ് മൂൺ 369 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ടൊക്കെ എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആണ് ബ്രോ, താങ്ക്സ് എ ലോട്ട്. അടുത്തതായിട്ട് സൂപ്പർ താങ്ക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ സോബിൻ X9V ആണ്. ഹലോ സോബിൻ ബ്രോ, ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദി. തീർന്നിട്ടില്ല, നമ്മുടെ സ്ഥിരം സപ്പോർട്ടർ ആയിട്ടുള്ള ഫുൾ ബോയ് 10 കഴിഞ്ഞ വീഡിയോയ്ക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ഈ സപ്പോർട്ടിന്. ഇതേപോലെ തന്നെ എല്ലാ വീഡിയോസിനും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ തന്നെ തുടരണം. എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ല വീഡിയോസ് ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് സീസിന്റെ പുറത്ത് തല വെച്ച് കിടന്നുറങ്ങുന്ന ബെപ്പോയും ബെപ്പോയുടെ പുറത്ത് തല വെച്ച് കിടന്നുറങ്ങുന്ന ലോയുടെയും ഒരു ക്യൂട്ട് പിക്ചറാണ്. ഇപ്പോൾ പ്ലീസ് എന്നെ ഒന്ന് കൊല്ലാമോ എന്ന് ചോദിച്ച് റോക്സ് ഇവരോട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നെ പോലെ തന്നെ നിനക്കും കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഗാർപ്പ് റോജറിനോട് ചോദിക്കുന്നുണ്ട്. എനിക്കും കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് റോജർ പറയുന്നു. സോ അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗാർപ്പ് ഇങ്ങനെ അന്തിച്ച് നിന്നത് ഇത് കേൾക്കാഞ്ഞിട്ടല്ല, പുള്ളിക്ക് ഇത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. റോക്സ് ഇപ്പോ റോജറിന് നേരെ ജമ്പ് ചെയ്യുകയാണ് ആ വാളും കൊണ്ട്. ഇവരുടെ വാളുകൾ ഇപ്പോ ഹാക്കി കൊണ്ട് കോട്ടായിട്ട് ഇപ്പൊ ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. ഇപ്പോ എന്നെ ഒന്ന് കൊന്നു തരൂന്ന് റോക്സ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സോ അവൻ കരയുന്നതിനും ഈ പറയുന്നതിനും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ ഇവനിപ്പോ ചെയ്യുന്ന പ്രവൃത്തി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എന്ന് ഇവർ ചിന്തിക്കുന്നു. കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനാണല്ലോ റോക്സ് വരുന്നത്. ഇപ്പോ റോക്സിന്റെ റോജറിന്റെയും വാളുകൾ തമ്മിൽ ക്ലാഷ് ആകുന്നുണ്ട്. അതേപോലെ ഗാർപ്പ് ജമ്പ് ചെയ്ത് റോക്സിനെ പോയി പഞ്ച് ചെയ്യാൻ പോവാണ്. ഗാർപ്പ് ഇപ്പൊ നേരെ ചെന്ന് റോക്സിന്റെ മൂക്കിടിച്ച് വരുത്തിയിട്ടുണ്ട്. ലൂഫി ആണെങ്കിൽ കൈഡോയ്ക്ക് ഇട്ടു ഇതുപോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഗാർപ്പിന്റെ പഞ്ചെന്ന് പറയുന്നത് അമ്മാതിരി ഒരു പഞ്ചായിരുന്നു. റോക്സിന്റെ കാലാണെങ്കിൽ 2 അടി പുറമോട്ട് പോയി. അതേപോലെ തന്നെ റോജർ ആ വാള് കൊണ്ട് ചെയ്യുന്നത് നല്ല കിടിലൊരു അറ്റാക്കാണ്. പക്ഷെ റോക്സിന്റെ കോൺകൊറേഴ്സ് ഹാക്കിക്ക് മുന്നിൽ ഇവർ രണ്ടുപേരും ഇപ്പോ തെറിച്ച് ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. സോ കോൺകൊറേഴ്സ് ഹാക്കിയുടെ ഒരു വലിയ ക്ലാഷ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. റോജറും ഗാർപ്പും തെറിച്ചു പോയി ഏതോ കുന്നിന്റെ മുകളിൽ ഇടിച്ച് ക്രാഷ് ആയി വീഴുന്നുണ്ട്. ഇപ്പോ ഈ ഹാക്കിയുടെ ക്ലാഷില് ആകാശം സ്പ്ലിറ്റ് ആയി പോയിരിക്കുകയാണ്. അത് കണ്ടിട്ട് മറീൻസ് ഒക്കെ ഇങ്ങനെ വാ പൊളിച്ച് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിൽക്കുന്നവരൊക്കെ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ദൈവമേ എന്താണിത്, ആകാശം രണ്ടായോ? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയില്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം കട്ടപ്പോക. ക്യോ ആണെങ്കിൽ ഇപ്പൊ പുള്ളിയുടെ കൂടെ വരുന്നവരോട് പറയുന്നുണ്ട്, ഒരു കപ്പലും അടിച്ചു മാറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഐലൻഡിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിലൊരുത്തന്നെ ഇപ്പൊ ക്യോയോട് ചോദിക്കുന്നു, നമ്മളിപ്പോ റോക്സ് പൈറേറ്റ്സിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന്. റോക്സ് പൈറേറ്റ്സിലേക്ക് ആരും ഇനിയും തിരിച്ചു പോകാൻ പോകുന്നില്ലടാ പൊട്ടാന്ന് ഇപ്പൊ ക്യോ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഷിക്കി ആണെങ്കിലും ഇപ്പൊ പറയുന്നുണ്ട്, റോക്സ് പൈറേറ്റ്സ് ക്രൂ ഇവിടെ വെച്ച് എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന്. പൈറേറ്റ്സ് എല്ലാം ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കടൽ തീരത്തേക്ക് ഓടുന്നത് കാണാം. ഗാർപ്പിന്റെ ഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ കടൽ തീരത്ത് കിടപ്പുണ്ട്. മറീൻസ് ഡെൻഡൻ മുഷി കൂടെ ഗാർപ്പിനോട് സംസാരിക്കുകയാണ്. ഗാർപ്പ് ആണെങ്കിൽ ഇവരോട് പറയുന്നുണ്ട്, മറീൻസിനെയും പിന്നെ ഐലൻഡിൽ നിന്ന് സർവൈവ് ചെയ്ത ബാക്കി ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഷിപ്പിൽ കയറി സ്ഥലം വിട്ടോളാൻ. ഇതേ സമയം തന്നെ റോജറിന്റെ ഷിപ്പിലുള്ള ക്രൂ മെമ്പേഴ്സ് അങ്ങേരോടും ഡെൻഡൻ മുഷി കൂടെ സംസാരിക്കുന്നുണ്ട്. ഈ ഐലൻഡിൽ എന്താണ് നടക്കുന്നത് റോജർ എന്നവർ ചോദിക്കുന്നു. റോജർ ആണെങ്കിൽ ഇപ്പൊ ഇവരോട് ഗാർപ്പ് മറീൻസിനോട് പറഞ്ഞതുപോലെ തന്നെ പറയുന്നുണ്ട്, അതായത് റെയിലിയും മറ്റുള്ളവരും കൂടെ എത്തിയ ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് കപ്പലെടുത്ത് വിട്ടോ, എന്നിട്ട് ഈ ഐലൻഡിൽ നിന്ന് കുറച്ച് ദൂരെ മാറി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി എന്ന്. ഇപ്പോൾ നെക്സ്റ്റ് പാനൽ നോക്കിയാ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തിക്കോളാമെന്ന് ഒരേ സമയം ഗാർപ്പും റോജറും അവരവരുടെ ഡെൻഡൻ മുഷി കൂടെ പറയുന്നുണ്ട്. ഓ കറക്റ്റ് ഏസ് ലൂഫിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന അതേ ലുക്ക് തന്നെ അല്ലേ ഗൈസ്? ഇനിയും കാണിക്കുന്ന ഒരു അന്യായ പാനലാണ്. അതായത് ആ വീണടത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് റോക്സിന് നേരെ നിൽക്കുകയാണ് ഗാർപ്പും റോജറും. രണ്ടുപേരും ഇപ്പൊ റോക്സിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആ ജാക്കറ്റ് ഒക്കെ ഇങ്ങനെ ഊരി എറിഞ്ഞ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗാർപ്പാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, റോക്സ്, റോജർ, സത്യം പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐലൻഡിലേക്ക് തന്നെ വന്നത്. റോജർ ആണെങ്കിൽ പറയുന്നുണ്ട്, ഷാക്കിയെയും തിരിച്ചെടുത്ത് ഇവിടെയുള്ള മറ്റ് നിധികളും അടിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് ഈ ഐലൻഡിൽ നിന്ന് കടക്കണമെന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. സോ അങ്ങനെ വ്യത്യസ്ത ഉദ്ദേശങ്ങളുമായിട്ട് വന്ന ഇവർ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് ഒരു ഫൈറ്റിന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു പരസ്പര ധാരണയില് താൽക്കാലികമായിട്ട് ഈ ഫൈറ്റിന് വേണ്ടി നമുക്കൊന്ന് ടീമപ്പ് ആയിക്കൂടെ എന്ന് റോജർ ഗാർപ്പിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഒട്ടും ദഹിക്കാത്തൊരു ഓഫറാണിത്. പക്ഷെ റോക്സിനെ ഈ അവസ്ഥയിൽ ഇങ്ങനെ അഴിച്ചു വിടുന്നതും വലിയൊരു പ്രശ്നമാണെന്ന് ഗാർപ്പ് പറയുന്നു.
റോക്സ് ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ചെന്ന് ഇവരെ വാളുകൊണ്ട് കുത്താനായിട്ട് നോക്കുന്നുണ്ട്. ഗാർപ്പ് ആണെങ്കിൽ ഇപ്പൊ അറ്റാക്കിൽ നിന്ന് ജമ്പ് ചെയ്ത് മുകളിൽ കൂടെ പോകുന്ന കാണാം. റോജർ ആണെങ്കിൽ വാളുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ താഴെ കൂടെ ഓടുന്നുണ്ട്. റോജർ ആണെങ്കിൽ ഇപ്പൊ റോക്സിന് നേരെ ഒരു ലോങ് റേഞ്ച് സ്ലാഷ് തന്നെ ചെയ്തിട്ടുണ്ട്. റോക്സിന്റെ തലയാണെങ്കിൽ ഇപ്പൊ ആ പാറകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത് കാണാം. ജമ്പ് ചെയ്ത് റോക്സിന്റെ പുറകിലായിട്ട് വന്ന ഗാർപ്പ് ആണെങ്കിൽ റോക്സിന്റെ കാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു ശാപം കിട്ടിയതുപോലെയാണല്ലോ ഇവന്റെ ബോഡി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ഫോം ആയതെന്ന് ഗാർപ്പ് ചിന്തിക്കുന്നു. ഇവനെ പഴയപടിയാക്കാൻ ഒരു വഴി ഉണ്ടാവില്ല എന്ന് ഗാർപ്പ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ റോക്സിനെ കാലേ തൂക്കി പാറയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഗാർപ്പ്. റോജർ ആണെങ്കിൽ ഇപ്പൊ ചാടി വാളുകൊണ്ട് റോക്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഐലൻഡ് ഫുള്ള് ഹാക്കിയുടെ ഒരു വലിയ ക്ലാഷ് കാണാം. പെട്ടെന്ന് നിന്റെ സ്വബോധത്തിലേക്ക് തിരിച്ചു പോകാൻ ഇവർ റോക്സിനോട് വിളിച്ചു പറയുന്നുണ്ട്. റെയ്ലിയും ടീമും ഇപ്പോഴും ഓട്ടത്തിലാണ്. റെയ്ലി കുറെ ചാപ്റ്ററായിട്ട് ഷാക്കിയെ എടുത്തുകൊണ്ടുള്ള ഈ ഓട്ടമാണ്. ഇവരിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വലിയ ഹാക്കിയുടെ ക്ലാഷ് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. റെയ്ലി ആണെങ്കിൽ ഇപ്പൊ കൂടെ ഉള്ളവരോട് പറയുന്നുണ്ട് പെട്ടെന്നാകട്ടെ എന്ന്. ഇവര് സേഫ് ആയിട്ടൊരു സ്ഥലത്തെത്താതെ റോജർ ഈ ഫൈറ്റ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഈ കാണുന്ന ഹാക്കി അത്ര സാധാരണമായിട്ടുള്ള ഒന്നല്ലല്ലോ എന്ന് ഇവരുടെ ടീമിലുള്ള ഒരുത്തം പറയുന്നുണ്ട്. ഗ്ലോറിയോസ ആണെങ്കിൽ ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഗബാന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനും നിങ്ങളുടെ ക്രൂവിൽ ചേർന്നോട്ടെ എന്ന്. ഇനി നമ്മളെ കാണിക്കുന്നത് ബിഗ് മോമും കൈഡോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ബിഗ് മോം ആണെങ്കിൽ പറയുന്നുണ്ട് നോക്ക് കൈഡോ, നിനക്ക് കിട്ടിയ ഈ ഡബിൾ ഫ്രൂട്ടിന് നീ എന്നോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെങ്കിലും ഒരിക്കൽ ഈ കടം തീർച്ചയായിട്ടും വീട്ടിയിരിക്കണം. കൈഡോ ഇപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ നിന്ന് മണ്ടത്തരം പറയാതെ, നിങ്ങൾ ആ ഡബിൾ ഫ്രൂട്ട് അടിച്ചു മാറ്റുന്നതിൽ പരാജയപ്പെട്ടു, അതങ്ങ് സമ്മതിക്കില്ല ലിൻ. നിങ്ങൾ നോക്കിക്കോ, ഉടൻ തന്നെ ഞാനൊരു പൈറേറ്റ് ക്രൂ ഉണ്ടാക്കും. ഫുൾ ഓൺ വയലന്റ് മോഡിലുള്ള ഒരു കിടിലം പൈറേറ്റ് ക്രൂ. ഇപ്പോ കൈഡോയുടെ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് ബിഗ് മോം പറയുന്നുണ്ട് ഒന്ന് നിലത്ത് നിക്കടാ ഇറക്കാ, നീ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നീ ഒന്നും ഒരിക്കലും എന്നെ മറികടക്കാൻ പോകുന്നില്ല എന്ന്. സ്ട്രൂസൻ ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനോട് വിളിച്ചു പറയുന്നുണ്ട് ലിൻ നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഐലൻഡ് വിടണം, നീ പെട്ടെന്ന് ആ നിധികളും എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് ബിഗ് മോം കൈഡോയോട് പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ട് നിന്നെ തേടി വരുന്നുണ്ട്, നീ ഈ കടം വീട്ടിയിരിക്കും, നിന്നെ കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യിച്ചിരിക്കും. ഇനി വന്നാ മതി, ഞാൻ നിങ്ങളെ ചതച്ചു വിടുമെന്ന് ഇപ്പൊ കൈഡോയും പറയുന്നുണ്ട്. റോക്സുമായിട്ടുള്ള ഫൈറ്റില് റോജറിനും ഗാർപ്പിനും വീണ്ടും രക്ഷയില്ല. രണ്ടുപേരെ റോക്സ് വീണ്ടും അടിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഗോഡ് വാലിയുടെ വേറൊരു സൈഡിൽ കൂടി ഇപ്പൊ വൈറ്റ് ബിയേഡ് ഇങ്ങനെ നടക്കുന്നത് കാണാം. ഉടനെ ഇപ്പൊ അവിടെ പാറപ്പുറത്തിരിക്കുന്ന ഒരു തൻ വൈറ്റ് ബിയേഡിനോട് ചോദിക്കുന്നുണ്ട് ആ മല ഇടിച്ച് താഴെ ഇട്ടത് നിങ്ങളല്ലേ, നിങ്ങളുടെ പൈറേറ്റ് ക്രൂ പിരിഞ്ഞ് പല വഴിക്കായെന്ന് തോന്നുന്നല്ലോ. ഇപ്പോ ഈ ഇരുന്ന് സംസാരിക്കുന്നവൻ ആരാണെന്ന് നോക്കിയാ അവന്റെ പേരാണ് ഗ്രാം, പോളോ പൈറേറ്റ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള പോളോ ഗ്രാം. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും മാർക്കോയുടെ അച്ഛനാണ്. മുൻപൊരു ചാപ്റ്ററിൽ ക്യോയുമായിട്ട് ആ ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് മാർക്കോയുമായിട്ടൊരു റിസംബ്ലൻസ് ഉണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഈ പോളോയാണ്, മാർക്കോ പോളോ. കൊള്ളാമല്ലോ. ഇപ്പൊ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പോളോ ഇപ്പൊ ആ പാറപ്പുറത്തുനിന്ന് താഴേക്ക് ചാടിയിട്ട് വൈറ്റ് ബിയേഡിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കട്ട ഫാനാണെന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി തിരിച്ചു ചെല്ലാൻ ഒരു ഷിപ്പോ അല്ലെങ്കിൽ കൂടെ ഒരു ക്രൂവോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്റെ ക്രൂവിൽ ജോയിൻ ചെയ്തുകൂടെ എന്നും പോളോ ചോദിക്കുന്നുണ്ട്. വൈറ്റ് ബിയേഡ് ആണെങ്കിൽ പറയുന്നുണ്ട് എന്റെ കൺമുന്നിൽ നിന്ന് പോടാ, ഞാനിപ്പോ ആകെ പിടിവിട്ട് നിൽക്കുകയാണെന്ന്. ഇതേസമയം സ്റ്റൂസി ആണെങ്കിൽ കയ്യിൽ കുറെ നിധിയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഗൻസൂയിയോട് ചോദിക്കുന്നു ന്യൂഗേറ്റ് എവിടെയെന്ന്. ഗൻസൂയി പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ഇവരുടെ കൂടെ നമുക്ക് ഗിൽബാസ്റ്ററിനെ കാണാം. അങ്ങേരുടെ അടുത്തായിട്ട് ഇപ്പൊ ആ പെറോണയുടെ ഒപ്പം ഉള്ള പോലത്തെ ഹോളോസ് ഉണ്ട്. സോ പെറോണയ്ക്ക് മുമ്പുള്ള ഹോളോനോമിയുടെ യൂസർ ഗിൽബാസ്റ്റർ ആയിരുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ഒരു നേവി ഷിപ്പാണ്. അതിനുള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഡ്രാഗൺ ഈ കാണിക്കുന്നത്, കാം ഡൗൺ മാൻ. കാര്യം എന്താണെന്ന് നോക്കിയാൽ ഡ്രാഗൺ ഇപ്പൊ ഒരു മേലുദ്യോഗസ്ഥന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഐലൻഡിൽ നിന്ന് സർവൈവ് ചെയ്തു പോവാൻ നോക്കുന്ന ജനങ്ങൾക്ക് നേരെ നേവി ഷൂട്ട് ചെയ്യുകയാണല്ലോ. സോ ഇപ്പൊ അവിടെ തീരത്ത് കുറച്ച് പാവപ്പെട്ട ആൾക്കാർ നിപ്പുണ്ട്. അവരെ ഈ നേവി ഷിപ്പിൽ കയറ്റി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കണമെന്നുള്ളതാണ് ഡ്രാഗന്റെ ആവശ്യം. ഞാൻ ഈ വെച്ച ഡിമാൻഡിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരെ ഞാൻ ഈ നിമിഷം കൊന്നു തള്ളുമെന്നും ഡ്രാഗൺ പറയുന്നുണ്ട്. ഇത് നിനക്ക് ഒരിക്കലും നല്ലതിനല്ല ഡ്രാഗൺ ഇപ്പൊ മറീൻ ഓഫീസേഴ്സ് ഡ്രാഗണിനോട് പറയുന്നുണ്ട്. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ചങ്കൂറ്റത്തോടെ ബ്രിങ് ഇറ്റ് ഓൺ എന്ന് പറയുന്നുണ്ട്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്നെ കൊണ്ടൊക്കെ ഒലത്താൻ പറ്റുന്ന അങ്ങോട്ട് ഒലത്തടാന്ന്. എനീസ് ലോബിയിൽ വെച്ചിട്ട് ലൂഫി ഇതേ ഡയലോഗ് തന്നെയാണല്ലോ പറഞ്ഞത്, ലൈക്ക് ഫാദർ ലൈക്ക് സൺ. ഇപ്പോൾ ക്രൂവിനെ മുഴുവൻ ഷിപ്പിൽ സേഫ് ആക്കിയിട്ട് റെയിലിയും ഗബാനും കൂടെ തിരിച്ച് ഗോഡ് വാലിയിലേക്ക് ഓടി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മറ്റേ ക്രൂമേറ്റ്സ് ചോദിക്കുമ്പോൾ ഗബാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ പുറകെ ആരും വരണ്ട, നിങ്ങൾ കപ്പലെടുത്ത് പൊക്കോ, ഈ ഐലൻഡിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. ഇപ്പോൾ ഒരു വേൾഡ് ഗവൺമെന്റിന്റെ ഷിപ്പിൽ കയറിയിട്ട് സാറ്റേൺ ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. അയാളുടെ ആ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം ഇമു ഇപ്പോഴും പുള്ളിക്കാരന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇമു ആണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നതായിട്ട് പോലും ചരിത്രത്തിൽ ഒരു തെളിവ് അവശേഷിക്കരുതെന്ന്. ഇനി നമുക്ക് നറേറ്ററുടെ ഒരു വോയിസ് ഓവർ ആണ് കിട്ടുന്നത്. അതായത് ഗോഡ് വാലിയിൽ ഈ നടന്ന സ്പെഷ്യൽ മിഷനെ പറ്റിയുള്ള റെക്കോർഡ് സൂക്ഷിച്ചിരിക്കുന്നത് മറീൻസിന്റെ ബ്രാഞ്ചായിട്ടുള്ള G11 അതേപോലെ തന്നെ സൈഫർ പോൾ CP6 ആണ്. ഈ ഇൻസിഡന്റ് ഒരു ടോപ്പ് സീക്രട്ട് ലെവൽ S കാറ്റഗറി
ഹിസ്റ്ററിയിലുള്ളതാണ്. ഇതിനെപ്പറ്റി ഇവരുടെ കയ്യിലുള്ള ഈ റെക്കോർഡ്സും ലിമിറ്റഡ് ആണ്, അത് കംപ്ലീറ്റ് അല്ല. ഇവിടെ നടന്ന ഈ ഹ്യൂമൻ ഹണ്ട് കോമ്പറ്റീഷനെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരെ പറ്റിയോ ഉള്ള മുഴുവൻ വിവരങ്ങളും രേഖകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഗോഡ് വാലിയെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെ ആ രേഖകളിൽ പൂർണ്ണമായിട്ടില്ല. ആ ഐലൻഡ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ അതിന് എത്ര വലിപ്പം ഉണ്ടായിരുന്നു, അവിടുത്തെ ജനസംഖ്യ എത്രയായിരുന്നു, ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തുടച്ചു നീക്കി. അവിടെ മരിച്ചു വീണവരുടെ എണ്ണം പോലും ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോ റോക്സും റോജറും ഗാർപ്പും തമ്മിൽ വൻ ഫൈറ്റ് നടക്കുകയാണല്ലോ. റോജർ ഇപ്പോ ഗാർപ്പിനോട് ചോദിക്കുന്നുണ്ട്, ആ കറുത്ത മോൺസ്റ്ററുമായിട്ട് നിങ്ങളുടെ വേൾഡ് ഗവൺമെന്റിന് ബന്ധമുണ്ടെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നിങ്ങൾ മറീൻസ് ഉയർത്തിപ്പിടിക്കുന്ന ആ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരു അപമാനമാണ്. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് റോജർ ചോദിക്കുന്നു. ആ കാര്യത്തിൽ ഞാൻ നിന്നോട് യോജിക്കുന്നു എന്ന് ഗാർപ്പും പറയുന്നുണ്ട്. നേവി വിടാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിനക്ക് എന്റെ ക്രൂവിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ എന്ന് ഇപ്പൊ റോജർ ഗാർപ്പിനോട് പറയുന്നു. ഏയ്, ഞാൻ ക്വിറ്റ് ചെയ്യില്ല. ഞാൻ ക്വിറ്റ് ചെയ്താൽ പിന്നെ മറീൻസിനെ ആരാടാ പ്രൊട്ടക്ട് ചെയ്യാന്ന് ഇപ്പൊ ഗാർപ്പ് ചോദിക്കുന്നു. സോ ഇതുകൊണ്ടാണ് ഗൈസ് വേൾഡ് ഗവൺമെന്റിന്റെ ഇത്രയും വൃത്തികെട്ട ഒരു സൈഡ് കണ്ടിട്ടും ഗാർപ്പ് നേവിയിൽ നിന്നും പോവാഞ്ഞത്. ഈ വേൾഡ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ മറീൻസ് പോലും സേഫ് അല്ല. സോ അവരുടെ ഒപ്പം അവരെ ഹെൽപ്പ് ചെയ്യാനും ഒരാൾ വേണമല്ലോ. ഇപ്പൊ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ കിടക്കുന്ന ഗാർപ്പിന്റെ അടുത്ത് റോജർ പറയുന്നുണ്ട്, ഈ റോക്സിന്റെ വമ്പൻ സൈസാണ് ഇവിടുത്തെ പ്രശ്നം, അതുകൊണ്ടാണ് നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന്. സൈസോ? അതെന്താ നീ അങ്ങനെ പറയാൻ കാരണമെന്ന് റോജറിനോട് ഗാർപ്പ് ചോദിക്കുന്നു. റോജർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഡബിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ വരെ ആർമമെന്റ് ഹാക്കി വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പൊ റോക്സിനെതിരെ ആണെങ്കിൽ റോജർ ആർമമെന്റ് ഹാക്കിയും അതിനോടൊപ്പം തന്നെ കോൺക്വറേഴ്സ് ഹാക്കിയും കൂടെ കോട്ട് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നിട്ടും അത് അവന്റെ രോമത്തെ പോലും തൊടുന്നില്ല. സോ അതപ്പോ ഹാക്കിയുടെ പ്രശ്നമല്ല, റോക്സിന്റെ ബോഡി അത്രയ്ക്ക് സ്ട്രോങ്ങർ ആയി നിൽക്കുന്നത് കൊണ്ടാണ്. ഗാർപ്പാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, റോക്സിനെ അറ്റാക്സ് ചെയ്യുന്ന ഗാർഡ് ചെയ്യാനായിട്ട് റോക്സും കോൺക്വറേഴ്സ് ഹാക്കി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇവര് കൊടുക്കുന്ന കോൺക്വറേഴ്സ് ഹാക്കി അതും കൂടെ ക്ലാഷ് ചെയ്തിട്ട് ക്യാൻസൽ ആയി പോകും. റോജർ ഇപ്പൊ പറയുന്നുണ്ട്, അത് തന്നെ അവന്റെ ആ ഹാക്കിയെ ഓവർ പവർ ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന അറ്റാക്ക് അങ്ങോട്ട് ഏശാൻ പോകുന്നില്ല. നമ്മളിപ്പോ ഈ ചെയ്യുന്ന രീതി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവനെ പോലെ ഒരു മോൺസ്റ്ററിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എന്തായാലും നമ്മൾ തോക്കുമെന്ന് റോജർ പറയുന്നു. അപ്പോൾ റോജർ ഈ പറയുന്നതനുസരിച്ച് റോക്സിന്റെ ആ സൈസിനെ, അതായത് അവന്റെ അസാമാന്യ ഫിസിക്കൽ സ്ട്രെങ്തിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അടുത്തതായിട്ട് ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന കോൺക്വറേഴ്സ് ഹാക്കിയിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫിസിക്കൽ സ്ട്രെങ്തിനെ മുഴുവനായിട്ട് ചാനൽ ചെയ്ത് വിടണം. സത്യം പറഞ്ഞാൽ അത് വലിയൊരു റിസ്ക് ആണ്. അങ്ങനെ ഒരു അറ്റാക്കിന് ശേഷം ഇവർ സർവൈവ് ചെയ്യുമോ എന്ന് പോലും ഉറപ്പില്ല. അതിപ്പോ എങ്ങനെ നോക്കിയാലും അടുത്ത ഒരു അറ്റാക്കോടുകൂടി നമ്മുടെ 3 പേരുടെയും പണി ഏകദേശം തീരുമാനമാകുമെന്ന് റോജർ പറയുന്നു. സോ അപ്പൊ അവസാനത്തെ അറ്റാക്കാണ്. ഇത് പ്രോപ്പറായിട്ട് ചെന്ന് ലാൻഡ് ചെയ്തില്ലെങ്കിൽ എല്ലാം ഇവിടെ തീരുമെന്ന് ഗാർപ്പും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവര് റോക്സിന് നേരെ ആ ഫൈനൽ അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ഗാർപ്പാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഹേ റോക്സ്, നിന്നെ ഈ ഒരു അവസ്ഥയിൽ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഫ്രസ്ട്രേഷൻ അതെനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരന് സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ വിഷമം. റോജറിനാണെങ്കിലും ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ വിഷമമുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ റോക്സിനോട് പറയുന്നുണ്ട്, കരയാതിരിക്കടാ പൊട്ടാ. ഇപ്പൊ ഇവർ രണ്ടുപേരും റോക്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. റോജറിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് കാഗുറ്റ്സുച്ചീസ് എയ്സ്. ഈ കാഗുറ്റ്സുച്ചി എന്ന് പറയുന്നത് തീയുടെ ദൈവമാണ്. ഗാർപ്പിന്റെ അറ്റാക്ക് ആണെങ്കിൽ ഇൻഫിനിറ്റം എക്സ്പ്ലോഷൻ, നമ്മുടെ ലൂഫിയുടെ ആ ഗൊമുഗൊമു ഗാറ്റ്ലിംഗ് പോലെ ഒരു കിടിലൻ അറ്റാക്ക്. ഇപ്പൊ ഈ കമ്പൈൻഡ് അറ്റാക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തെറിച്ചു പോകുന്ന റോക്സിന്റെ ദേഹത്തുനിന്ന് എന്തോ ഡാർക്ക് എനർജി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് നറേറ്ററുടെ ഒരു വോയിസ് ഓവറോട് കൂടിയാണ്. അതായത് ഇവിടെ നടന്ന ഈ വലിയ ഇൻസിഡന്റ് ഇരുട്ടിൽ കുഴിച്ചു മൂടാനായിട്ട് വേൾഡ് ഗവൺമെന്റ് അവരുടെ കഴിവിന്റെ പരമാവധി തന്നെ ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും ഒരു വലിയ യുഗം തന്നെ, ഒരു ഇറ തന്നെ കീഴ്മേൽ മറിച്ച റോക്സ് പൈറേറ്റ്സ്, റോക്സ് ഡി സെബക്ക് നയിച്ചിരുന്ന ആ കുപ്രസിദ്ധമായ പൈറേറ്റ് ക്രൂ, അവര് ഡിസ്ബാൻഡ് ആയി പോകുന്നതിന് മുമ്പ് ഒരു വലിയ പ്രതിധ്വനി, ഒരു എക്കോ ഈ ലോകത്ത് അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. അത് ഈ ലോകത്തിനെ വിറപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ലെജൻഡറി ഇൻസിഡന്റ്, അതായത് ഈ ഗോഡ് വാലി ഇൻസിഡന്റ് ഫുള്ളായിട്ട് അൺകവർ ആയിരിക്കുന്നു എന്നുള്ള ഒരു എഡിറ്റേഴ്സ് നോട്ടിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ആകുന്നത്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്റെ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.